ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോൺ കട്ട്ലറ്റാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അവിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി അതേ ജാറയിലേക്ക് തന്നെ നമുക്ക് 1.5 കപ്പ് കോണ് വേവിച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഇത്രയും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയേക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 2 പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തതാണ്. 2 വലിയ പൊട്ടറ്റോ ആണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അവിലിൻ്റെ പൊടിയുണ്ടല്ലോ, അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൻ്റെ കയ്യിൽ നമ്മളുടെ പറ്റി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ അവലിൻ്റെ പൊടി പോരാന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ കുറച്ചുകൂടി അവൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ചെറിയ ബോളായി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിൽ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് നോക്കട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത്രയും ലൂസായിട്ട് തന്നെ എടുക്കണേ, അല്ലെങ്കിൽ അതിൻ്റെ കട്ടി ഭയങ്കരമായിട്ട് കൂടിപ്പോവും. ഇനി നമുക്ക് ചെറിയ വെർമിസെല്ലി, നമ്മൾ പായസം ഉണ്ടാക്കില്ലേ, എന്താ പറയുക, സേമിയ, വളരെ നേർത്ത ടൈപ്പിലുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എല്ലാ ബൗൾസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എടുത്തിട്ട് ആദ്യം മൈദയിൽ മാവിൽ മുക്കുക, അതിന് ശേഷം നമ്മളുടെ വെർമിസെല്ലിയിൽ മുക്കുക. അതിന് ശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ തീ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്ക് അടുത്ത സൈഡ് മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഈസി മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ കോൺ കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ FBയിലൂടെയാണ് കാണുന്നതെങ്കിൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.